ഈ തീ പിടിച്ച വിലയ്ക്ക് മീൻ മേടിച്ച മുതലാക്കണയിൽ കുറഞ്ഞതൊരു ഒരാഴ്ചയെങ്കിലും കഴിക്കണം. ദാ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊന്നും അല്ലെന്നേ, അതിൽ കൂടുതലും കഴിക്കാം. അപ്പോൾ ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി 5-6 വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഇടിച്ച് ദാ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇനി അരച്ച് വെച്ച പൊടികളുടെ പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാ ഈ ഒരു പരുവത്തിൽ മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 1/4 ഗ്ലാസ് സാദാ വെള്ളവും ഒഴിച്ചു കൊടുത്ത് പുളിക്ക് ആവശ്യത്തിന് 3 കഷ്ണം കുടംപുളിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച മീനും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാളമീനാണ്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി തിളച്ച് ചാറൊക്കെ വറ്റി മീനിലെ നെയ്യും എണ്ണയും എല്ലാം തെളിഞ്ഞു വരുന്നതാ ഈ ഒരു പരുവത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. സവോളയും ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തിളപ്പിച്ച് വെച്ചാൽ കേടാവും എന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.